വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ വീണ്ടും ശിവനെ ഭാമയെ കുറ്റപ്പെടുത്തുകയാണ്. പൊയ്ക്കോളണം എൻ്റെ മുന്നിൽ നിന്ന്, ഇനി നീ ഇവിടെ കണ്ടുപോകരുത് എന്നൊക്കെ പറയുമ്പോൾ അവസാനം ശാലിനി പറയുന്നുണ്ട്, സത്യാമ്മ എന്തറിഞ്ഞിട്ടാണ് ഇത് പറയുന്നത്? ഞങ്ങൾ രണ്ടുപേരും വിവാഹം കഴിഞ്ഞ വധുവരന്മാരെ പോലെയല്ല ഇവിടേക്ക് വന്ന് കയറിയിരിക്കുന്നത്. ആരോ ഒരു ചതുക്കുഴിയിൽ ഞങ്ങൾ പെട്ടുപോയതാണ് എന്നിങ്ങനെ, അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനി ഒരിക്കലും ഞാൻ വരത്തുമില്ല, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവത്തുമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. തുടർന്ന് ശിവൻ പറയുന്നുണ്ട്, രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നടന്നത് എൻ്റെ പെങ്ങളുടെ വിവാഹമാണ്, ചന്ദ്രയുടെ ായിരുന്നത് ശാലിനി പഠിപ്പിക്കുന്ന പ്രകാശ് എന്ന ആ ഡോക്ടർ പയ്യനായിരുന്നു. അവർ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തപ്പോൾ അവരുടെ മാലകൾ ഞങ്ങൾ വാങ്ങി എന്നുള്ള നേര് തന്നെയാണ്. ആ ഒരു സമയത്ത് അവരെടുത്ത ആ ഒരു വീഡിയോ ആണ്. ആ ചതിക്കുഴിയിൽ ഞങ്ങൾ രണ്ടുപേരും പെട്ടുപോയതാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശാലിനിയും പറയുന്നുണ്ട്, അന്നേരം അവർക്ക് റീച്ച് കൂട്ടാനുള്ള ഇങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്, അല്ലെങ്കിൽ ഞങ്ങൾ പെട്ടതാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഫാമ പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ അവർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം, അല്ലാതെ ഇനി ഇങ്ങനെ ആളുകളുടെ സ്വാതന്ത്ര്യത്തിൽ ഇനി ഇങ്ങനെ ആളുകൾ ഇരയാകില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം എന്ത് കിട്ടാനാണ്? അതൊന്നും ഒരിക്കലും നന്നാവത്തുമില്ല. അവർ വീണ്ടും നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അതൊക്കെ റീച്ച് കൂട്ടാനുള്ള കണ്ടൻ്റായിട്ട് മാത്രമേ കാണത്തുള്ളൂ. അത് ജനങ്ങൾ അവർക്ക് നേരെ തിരിയണം. അവരുടെ ഇങ്ങനെ കാണുന്ന അവരുടെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുകയാണ് വേണ്ടത്. ജനം പൊതുമധ്യത്തിൽ അവരെ കല്ലെറിയണം, എന്നാലേ പഠിക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ശാലിനി പറയുന്നുണ്ട്. കുറച്ച് നേരത്തേക്കെങ്കിലും ഞങ്ങൾ രണ്ടുപേരും നിങ്ങളുടെയൊക്കെ സംശയത്തിന് നിഴലായിട്ട് നിന്നല്ലോ, അതിലുള്ള വാസ്തവമുണ്ടോ ഇല്ലതാനും എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അന്നേരം ആ പ്രശ്നം അവിടെ തീരുകയാണ്. ഭാമയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. സംസാരം അങ്ങനെ അവർ അവസാനിച്ച് നിൽക്കുമ്പോഴാണ് ആ പടിപ്പുര കടന്ന് ഇങ്ങോട്ട് രാഘവൻ നായർ വരുന്നുണ്ട്. എന്നിട്ട് ആ തോണിൽ ഇങ്ങനെ വട്ടം ചുറ്റി നിൽക്കുകയാണ്. ആകെ ഒരു ബോധമില്ലാത്ത അവസ്ഥയിലാണ്. മോനെ വിഷ്ണു, എടാ ഇങ്ങോട്ട് വാടാ എന്നിങ്ങനെ പറഞ്ഞ് ആ തൂണിൽ വട്ടം ചുറ്റി നിൽക്കുക. അന്നേരം എല്ലാവരും അങ്ങോട്ടത്തേക്ക് നോക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു ഇങ്ങോട്ട് വാടാ, അച്ഛനിപ്പോൾ വീണ് പോടാ എന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പേ രാഘവൻ നായർ തറയിൽ മലന്നടിച്ച് അങ്ങോട്ട് വീഴുകയാണ്. അന്നേരം അയ്യോ സാറേ എന്നും പറഞ്ഞ് പിള്ളയും അച്ഛാന്ന് പറഞ്ഞ് വിഷ്ണുവും രാഘവേട്ടാന്നും പറഞ്ഞും ഭാമയും അച്ഛാന്നും പറഞ്ഞ് ശാലിനിയും ഒക്കെ ഓടി അങ്ങോട്ടത്തേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ് ശിവൻ. അന്നേരം എന്താ രാഘവേട്ട ഇത് എന്നൊക്കെ ഇങ്ങനെ ഭാമ ചോദിക്കുന്നുണ്ട്. അന്നേരം എന്താ ഒരു നാറ്റം എന്നിങ്ങനെ ഭാമ പറയുമ്പോൾ നന്നായിട്ട് കള്ളു കുടിച്ചിട്ടുണ്ട് എന്നിങ്ങനെ പിള്ള പറയുകയാണ്. അന്നേരം എന്താ രാഘവേട്ട കാണിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം എടാ വിഷ്ണു പിടിയിടാന്നൊക്കെ പറയുകയാണ്. അവസാനം ശിവൻ ഒരു വിധത്തിൽ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. സത്യമേ നമുക്ക് അച്ഛനെ അകത്തേക്ക് കിടത്താമെന്ന് പറഞ്ഞ് ഒരു വിധം താങ്ങിക്കൊണ്ടിങ്ങനെ പോവുകയാണ്. അന്നേരം ഈ രാഘവൻ നായർ പറയുന്നത്, ഉപേന്ദ്രൻ നല്ലവനാ, അവൻ്റെ അനിയനാണ്, അവൻ്റെ ചികിത്സയ്ക്കായിട്ട് മലേഷ്യ കൊണ്ടുപോകും എന്നൊക്കെ പറയുമ്പോൾ ശാലിനിക്ക് കാര്യം മനസ്സിലാവുകയാണ് ഉപേന്ദ്രനാണ് എന്നുള്ളത്. അന്നേരം ഇങ്ങനെ പിച്ചുമ്പയും പറഞ്ഞുകൊണ്ട് ശിവന്റെ തോളി കൈയിട്ടുകൊണ്ട് ഒരുവിധം ശിവനാണെങ്കിൽ അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അന്നേരം അവിടെ ആകെ വിഷമിച്ച് ശാലിനി ഇങ്ങനെ ദേഷ്യത്തിലും സങ്കടത്തിലും ഒക്കെ ഇരിക്കുകയാണ്. തുടർന്ന് കുടുംബശ്രീ ഹോട്ടലാണ്. അവിടെ ഹോട്ടലിൽ ശ്യാമയും ശാരിയും കൂടി ഓരോ ജോലികളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശാരിക പറയുന്നുണ്ട്, അമ്മയില്ലാതെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്നു പോകാൻ വലിയ പാടാണ്, ബുദ്ധിമുട്ടാണല്ലേ എന്നൊക്കെ പറയുമ്പോൾ എന്ത് പാട്, എല്ലാത്തിനും അമ്മയെ ആശ്രയിച്ചാൽ എങ്ങനെ ശരിയാവും, ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് ശ്യാമ തൻ്റെ ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോയിലാണെങ്കിൽ രോഹിത് വരുന്നുണ്ട്. കുറേ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടാണ് വരുന്നത്. എന്നിട്ട് ഇതെല്ലാം ശ്യാമയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് എല്ലാം ഉണ്ടോ എന്ന് നോക്കിക്കേന്ന് പറയുകയാണ്. അന്നേരം അതൊക്കെ നോക്കാം, അതിന് മുന്നേ വേറൊരു കാര്യം പറയാനുണ്ട്, ഇന്നിവിടെ അച്ഛൻ വന്നിരുന്നു എന്ന് പറയുകയാണ്. അന്നേരം ആഹാ എത്തിയോ, എവിടെ ആയിരുന്നു, അമ്പലത്തിലോ അതോ ദേശാടനത്തിനൊക്കെ പോയതാണോ, എന്നിട്ട് ആളെവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം അച്ഛൻ വന്നത് അമ്മയെ കൂട്ടിക്കൊണ്ട് പോകാനാണ് എന്നിങ്ങനെ ശാരിക പറയുന്നുണ്ട്. അന്നേരം ശാരദാമ്മയെ കൊണ്ടുപോകാനോ, അപ്പോൾ ശാരദാമ്മയുടെ ഇല്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇല്ല, 2-3 ദിവസമായിട്ട് അമ്മ പ്രാർത്ഥനയൊക്കെ ആയിട്ട് പൂജാമുറിയിൽ തന്നെയായിരുന്നല്ലോ, അപ്പോൾ അച്ഛൻ്റെ കൂടെ പോകുന്നത് നല്ലതാണെന്ന് ഞങ്ങൾക്കും തോന്നി. അച്ഛൻ വിളിച്ചപ്പോൾ ഇവിടുത്തെ ആ ഒരു ചിന്തയിൽ നിന്നൊക്കെ മാറി മാനസിക ബുദ്ധിമുട്ടൊക്കെ മാറുമല്ലോ, അവിടെ പൂജയും ആശ്രമവും പിന്നെ ധ്യാനവും ഒക്കെ ആകുമ്പോൾ ഒരുവിധ ആശ്വാസം വരുമെന്ന് തോന്നുന്നു എന്ന് പറയുകയാണ്. അന്നേരം അത് തന്നെ നല്ലത്, പിന്നെ ആശ്രമത്തിലെ അറ്റ്മോസ്ഫിയർ ശാരദാമ്മയുടെ മനസ്സിൽ കുറേ എന്തൊക്കെയോ ഭാരങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് മാറാനുള്ള സാഹചര്യം അത് തന്നെ ആയിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട്. തുടർന്ന് ശാരി പറയുന്നുണ്ട്, നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ രോഹിതിന് ചായ എടുക്കാമെന്ന് പറയുമ്പോൾ വേണ്ട, ഞാനിപ്പോൾ ചായ ഒരെണ്ണം കുടിച്ചതേ ഉള്ളൂ, ഒന്ന് കുളിക്കണം, അത് കഴിഞ്ഞ് വേണമെങ്കിൽ ഒരു ചായ ആകാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ രോഹിത് അങ്ങോട്ട് എഴുന്നേക്കാൻ തുടങ്ങുമ്പോൾ വീണ്ടും ഒരു ഓട്ടോ വരുന്നുണ്ട്. അതിൽ ഗോപാലകൃഷ്ണനാണ് വരുന്നത്. പക്ഷേ ഗോപാലകൃഷ്ണനാണെങ്കിൽ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയിട്ട് ശാരദയെന്ന് അകത്തേക്ക് നോക്കി വിളിക്കുകയാണ്. അന്നേരം ശാരിക ശ്യാമയെ അന്തം വിട്ട് നോക്കുകയാണ്. ഇതെന്താ അച്ഛൻ മാത്രമേ ഉള്ളൂ, അമ്മയില്ല, എന്താ അമ്മയെ വിളിക്കുന്നതെന്നും പറഞ്ഞ് ഇവരാകെ അന്തം വിട്ട് നിൽക്കുകയാണ്. തുടർന്ന് ഗോപാലകൃഷ്ണൻ ഹോട്ടലിനകത്തേക്ക് കയറി വരുന്നുണ്ട്. അന്നേരം എനിക്ക് നിങ്ങളോട് എല്ലാവരോടുമായിട്ടൊരു കാര്യം പറയാനുണ്ട്, ഇപ്പോഴാകുമ്പോൾ രോഹിത്തും ഉണ്ടല്ലോ, നിൻ്റെ അമ്മയില്ലേ, അമ്മയെ വിളിക്കുക എന്നിങ്ങനെ പറഞ്ഞിട്ട് ഗോപാലകൃഷ്ണൻ അങ്ങോട്ടത്തേക്ക് സഞ്ചിയൊക്കെ വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ അങ്ങോട്ടത്തേക്ക് ഇരിക്കുകയാണ്. അന്നേരം ഇവർ അന്തം വിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അന്നേരം എടി ശാരദയെ വിളിക്കുക, എന്താ അമ്മയില്ലേ എന്നൊക്കെ
ചോദിക്കുകയാണ്. അന്നേരം അച്ഛൻ എന്ത് ഭ്രാന്തായി പറയുന്നത്, അച്ഛനല്ലേ രാവിലെ വന്ന് അമ്മയെ കൂട്ടിക്കൊണ്ട് പോയതെന്നിങ്ങനെ ശ്യാമ ചോദിക്കുന്നുണ്ട്. അന്നേരം ഞാൻ വന്ന് കൂട്ടിക്കൊണ്ട് പോയെന്നോ, ഞാൻ ദേ ഇന്നലെ വരെ തിരുവില്ലാമല അമ്പലത്തിൽ ഭജന ഇരിക്കുകയായിരുന്നു, എന്നതേ പാലക്കാട്ട് മാർക്കണ്ഡേയ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ശാരദയും നിങ്ങളെല്ലാവരെയും ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി എന്ന് പറയുകയാണ്. അന്നേരം രോഹിത് ചോദിക്കുകയാണ്, അച്ഛൻ തന്നെയാണോ വന്നതെന്ന്. അന്നേരം അല്ലാതെ പിന്നെ ഞാൻ മാത്രമല്ലല്ലോ, വല്യച്ഛയും കണ്ടതല്ലേ, ഞങ്ങളുടെ അച്ഛനെ കണ്ടാൽ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടെ, അച്ഛൻ രാവിലെ വന്നു അമ്മയെ കൂട്ടിക്കൊണ്ട് പോയി ആശ്രമത്തിൽ കാണിക്കാം, പൂജ കൂടാം, എന്തിനാണ് പിന്നെ എല്ലാം ഒക്കെ സമാധാന അന്തരീക്ഷം കിട്ടും, ഡോക്ടറെ കാണിക്കാം എന്നൊക്കെ പറഞ്ഞല്ലേ പോയത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ഗോപാലകൃഷ്ണൻ അങ്ങോട്ട് ചാടി എഴുന്നേൽക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് വിഡിത്തമാണ് ഈ പറയുന്നത്, ഞാനിവിടെ വന്നിട്ട് പോലുമില്ല, പിന്നെ വേറെ ഇതിപ്പോൾ ഞാനല്ലേ പിന്നെ ആരായിരിക്കും ശാരദയെ കൂട്ടിക്കൊണ്ട് പോയത്, ഇനിയിപ്പോൾ നിങ്ങൾ എൻ്റെ മേൽ കുറ്റം ആരോപിക്കുന്നതുകൊണ്ട് ചോദിക്കുകയാണ്, പിന്നെ ഞാൻ ശാരദയെ എൻ്റെ ഭാര്യയെ നിങ്ങളെ ഏൽപ്പിച്ചിട്ടല്ലേ പോയത്, അപ്പോൾ നോക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കല്ലേ, ഇതോ നിങ്ങളിനി അവളെ വല്ലതും ചെയ്തോ, എൻ്റെ പേരിൽ കുറ്റം ആരോപിക്കുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഇവരെല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, ഇല്ല അച്ഛൻ തന്നെയാണ് വന്നത് എന്നൊക്കെ ഇങ്ങനെ ശ്യാമയും ശരിയും പറയുന്നുണ്ട്. അന്നേരം എന്തായാലും ഞാൻ അകത്തേക്കൊന്ന് പോയി നോക്കട്ടെ എന്നും പറഞ്ഞ് ഗോപാലകൃഷ്ണൻ സഞ്ജയൊക്കെ ആയിട്ട് വീട്ടിനകത്തേക്ക് കയറി പോകുന്നുണ്ട്. അന്നേരം വീണ്ടും പിന്നെ രോഹിത് ചോദിക്കുന്നുണ്ട്, ഇനി നിങ്ങൾ കണ്ടത് അച്ഛനെ തന്നെയാണോ, അച്ഛൻ തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ മാത്രമല്ലല്ലോ, അതേ വലിയച്ഛയും കണ്ടതല്ലേ, അപ്പോൾ പിന്നെ അമ്മ എങ്ങോട്ട് പോയി എന്നും പറഞ്ഞ് ഇവരാകെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. ഇതേ സമയം അവിടെ രാഘവൻ നായരെ നോക്കാനായിട്ട് ഡോക്ടറെ സത്യഭാമ വിളിക്കുന്നുണ്ട്. ആ സതീശൻ എന്ന് പറയുന്ന ആ ഡോക്ടറാണ് വരുന്നത്. ആ വിഷ്ണുവിൻ്റെ ആ ഒരു കൂട്ടുകാരനായിരുന്ന, വിഷ്ണുവിൻ്റെ ആ ഒരു അസുഖകാര്യമൊക്കെ അറിയിച്ച ആ ഒരു ഡോക്ടർ തന്നെയാണ് വരുന്നത്. എന്നിട്ട് പറയുന്നുണ്ട് എന്ത് സംഭവിച്ചതാണ് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം രാഘവേട്ടനാണെങ്കിൽ അല്പം മദ്യപിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. അന്നേരം അല്പമല്ല നന്നായിട്ടുണ്ടല്ലോ എന്നിങ്ങനെ രാഘവൻ നായർ പക്ഷേ ഓർമ്മയില്ലാതെ അങ്ങനെ ബോധം മയങ്ങി ഇങ്ങനെ കിടക്കുകയാണ് കട്ടിലിൽ. ഈ സതീഷ് ഡോക്ടറാണെങ്കിൽ ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്നുണ്ട്. അന്നേരം രാഘവേട്ടൻ്റെ സാർ അങ്ങനെ മദ്യപിക്കുന്ന അല്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അനിയൻ വന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് മാനസിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ ഉഷാറാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പോയതാണ്, അതിനുശേഷം ഇങ്ങനെയാണ് വന്നത്, പഠിക്കൽ വന്ന് ബോധം കെട്ട് വീഴുകയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഭാമ പറയുന്നുണ്ട്. അന്നേരം ഇത് അല്പമൊന്നുമല്ല, അളവിൽ കൂടുതലാണ്, ഞാനൊരു ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്, പക്ഷേ മദ്യത്തിൻ്റെ വീര്യം കുറയാതെ മരുന്ന് അങ്ങോട്ട് ഏൽക്കില്ല, ഇത് മദ്യത്തിൻ്റെ വീര്യം കുറയാനുള്ള ഇഞ്ചക്ഷനാണ് എടുത്തിരിക്കുന്നത്, ബോധം തെളിയുമ്പോൾ തലയിൽ ഒത്തിരി വെള്ളം ഒഴിച്ച് നന്നായിട്ട് തോർത്തി കൊടുത്താൽ മതി എന്ന് പറയുന്നുണ്ട്. അന്നേരം വേറെ എന്തെങ്കിലും എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല, പക്ഷേ ഉണർന്ന ശേഷം ഭക്ഷണം കഴിപ്പിക്കണം. ഇങ്ങനെ ഇതിപ്പോൾ കൊണ്ടുപോയ ആൾ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനൊന്നുമല്ല, ആളിനെ അപകടപ്പെടുത്താൻ വേണ്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്, അളവിൽ കൂടുതൽ കൊടുത്തിട്ടുമുണ്ട്, അപ്പോൾ പിന്നെ ഭക്ഷണം കഴിപ്പിക്കണം. ഇങ്ങനെ ഉപദ്രവിക്കാനായിട്ട് നോക്കുന്നവർ ഭക്ഷണമൊന്നും കൊടുക്കാറില്ല, ആളിൻ്റെ ശരീരത്തിൽ അത്ര പോരാ, ക്ഷീണമൊക്കെ ഉണ്ട് എന്ന് പറയുകയാണ്. തുടർന്ന് കുറേ മെഡിസിൻ്റെ ഉണ്ടൊക്കെ എഴുതുന്നുണ്ട്, ഭാമയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അതൊക്കെ ഇനി സാറേ ഞാൻ കൊടുത്തോളാം എന്നും പറഞ്ഞ് പിള്ളെല്ലാം വാങ്ങുകയാണ്. പൊന്നി ഇതെല്ലാം നോക്കി നിൽക്കുന്നുണ്ട്. പേടിക്കാനൊന്നുമില്ല, ഇനി പുറത്ത് വിടുമ്പോൾ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മറത്തേക്ക് ഇറങ്ങുകയാണ്. അതിനുശേഷം പിന്നെ സിറ്റൗട്ടിലേക്ക് എത്തുമ്പോൾ ഈ സതീശൻ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, വിഷ്ണുവിനെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇല്ല, ഇനി എവിടെയെങ്കിലും മാറി നിൽക്കുന്നതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഡോക്ടർ ആലോചിക്കുന്നുണ്ട്, അന്ന് ആ സ്കാനിങ് റിപ്പോർട്ട് തേടി വന്നതും ആരോടും അസുഖകാരി ആരോടും പറയരുത് എന്നൊക്കെ വിഷ്ണു കരഞ്ഞുകൊണ്ട് പറഞ്ഞതൊക്കെ ഈ ഡോക്ടർ ആലോചിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ മോനെ എനിക്ക് ഡോക്ടർ ആക്കണമെന്നായിരുന്നു, ചെറുപ്പത്തിലെ നിങ്ങൾ ഒരുമിച്ചായിരുന്നല്ലോ, കുട്ടിയും കോലുമൊക്കെ കളിക്കുമ്പോൾ വള്ളി നിക്കറിട്ട് നിൽക്കുന്ന രൂപമാണ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ, പിന്നെ അന്ന് എൻ്റെ മകൻ പിന്നെ ഡോക്ടർ ആകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, അന്ന് അവനാണ് നിന്നെ ചൂണ്ടിക്കാണിച്ച് തന്നത്, വയസ്സാകുമ്പോൾ അച്ഛനെയും അമ്മയും ചികിത്സിക്കാൻ ഡോക്ടർ പറയും, അതിന് സതീഷ് ബെസ്റ്റാണെന്ന് വിഷ്ണുവാണ് പറഞ്ഞത്, അതുപോലെ ഇപ്പോൾ ആയി എന്നിങ്ങനെ ഭാമ പറയുന്നുണ്ട്. അന്നേരം ഈ സതീഷിന് അങ്ങോട്ട് ആകെ വിഷമമൊക്കെ വരുന്നുണ്ട്. സതീഷ് മനസ്സിൽ കരുതുകയാണ്, അച്ഛനെയും അമ്മയും മാത്രമല്ല വിഷ്ണുവിനെയും ചികിത്സിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഈ അമ്മയോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. അന്നേരം നീ എന്താ ആലോചിക്കുന്നത്, രാഘവേട്ടനെ കുറിച്ചാണോ, എന്തെങ്കിലും ഉണ്ടോ, സ്കാനിങ്ങോ വല്ലതും വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം അങ്ങനെയൊന്നുമില്ല, ഇത് ഇനി പുറത്ത് വിടാതിരുന്നാൽ മതി, മെഡിസിനൊക്കെ കറക്റ്റായിട്ട് കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ്. അന്നേരം വീണ്ടും വിഷ്ണുവിൻ്റെ കാര്യം അവർ അതിന് മുന്നേ എങ്ങനെ സംസാരിക്കുന്നുണ്ട്. വിഷ്ണുവിനെ എല്ലാം ഒരു തമാശയായിരുന്നു, ആകെ പേടിയുണ്ടായിരുന്നത് അമ്മയെ മാത്രമായിരുന്നു, അമ്മയിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒളിക്കുമെന്നൊക്കെ എന്നോട് പറയുമായിരുന്നു, പക്ഷേ അത് അവസാനം കൊണ്ടുവച്ച് അമ്മയോട് പറയുകയും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് സതീഷ് ഡോക്ടർ പറയുകയാണ്, അമ്മയിൽ നിന്ന് ഒളിക്കേണ്ടത്തക്ക എന്തെങ്കിലും ഒരു കാര്യം വിഷ്ണുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായി കാണും, അതൊക്കെ കഴിയുമ്പോൾ അവൻ തിരിച്ചു വരും, അല്ലാതെ പിന്നെ അവൻ നമ്മളെ വിട്ട് എങ്ങും പോകില്ല എന്നൊക്കെ പറയുമ്പോൾ ഭാമയ്ക്ക് വീണ്ടും ഒരു ചെറിയ പ്രതീക്ഷയൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് രാഘവൻ നായരുടെ കാര്യമൊക്കെ സംസാരിച്ചിട്ട് ഈ ഡോക്ടർ
ഡോക്ടർ പോകുന്നുമുണ്ട്. അന്നേരം അതിനുശേഷമാണെങ്കിൽ ഭാമ എങ്ങനെ ചിന്തിക്കുകയാണ്, അപ്പോൾ ഉപേന്ദ്രന് കൊണ്ടുപോയി ചതിച്ചത് തന്നെയാണ്, ഇനി അവനോട് പറയണം, ഏട്ടനെ തിരക്കി വന്നാൽ വിടില്ല എന്നുള്ള അവൻ്റെ മുഖത്ത് നോക്കി പറയണം എന്ന് പറഞ്ഞിട്ട് പൊന്നി ആ ഫോൺ എടുത്തുകൊണ്ട് വന്നേന്ന് പൊന്നിയോട് ഭാമ പറയുകയാണ്. തുടർന്ന് പൊന്നിയാണെങ്കിൽ റൂമിൽ വന്ന് ഫോൺ നോക്കുമ്പോൾ പിള്ളയാണെങ്കിൽ അല്ലെങ്കിൽ രഘുനയുടെ കൈക്ക് ഇങ്ങനെ തടവി കൊടുക്കുകയാണ്. അന്നേരം സത്യമ്മ ഫോൺ എടുത്തുകൊണ്ട് ചെല്ലാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ അത് അവിടെ ഇരിപ്പുണ്ടെന്ന് പറയുന്നുണ്ട്. ഫോൺ എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട്. തുടർന്നാണെങ്കിൽ ഉപേന്ദ്രനെ ഫോൺ ചെയ്യുകയാണ്. അന്നേരം നീ ഏട്ടനെ ഇങ്ങനെ സ്നേഹം നടിച്ച് കൊണ്ടുപോയത് ഇങ്ങനെ കുടിപ്പിച്ച് കൊണ്ടുവരാനായിരുന്നു അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം അല്ലാതെ ഞാൻ അങ്ങനെ തലയിലെടുത്ത് വയ്ക്കാനാണെന്ന് വിചാരിച്ചോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം നീ ചതിക്കുകയായിരുന്നല്ലേ, സ്നേഹം നടിച്ച് ഇങ്ങോട്ട് കയറി കൂടിയതാണല്ലേ, എല്ലാം കാപട്യമായിരുന്നല്ലേ ചോദിക്കുകയാണ്. അന്നേരം അല്ലാതെ എനിക്ക് എവിടത്തേക്ക് കയറിക്കൂടാനായിട്ട് അതേ ഒരു മാർഗ്ഗം ഉണ്ടായിരുന്നുള്ളൂ, അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ചെയ്തത്. ഈ എല്ലാ എൻ്റെ സ്വത്തുക്കളെല്ലാം എന്നിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി എനിക്ക് വഴിയല്ലാതെ വേറൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഞാൻ തെക്കോട്ട് എടുപ്പിക്കും, തെക്കേ പറമ്പിലേക്ക് എടുക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അന്നേരം ഈ വീടും പറമ്പ് ഞാനും എൻ്റെ ഭർത്താവും കൂടി കഷ്ടപ്പെട്ടുണ്ടാക്കിയാണ്, അങ്ങനെ നിൻ്റേതാവും എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം എങ്ങനെയൊക്കെ ആയാലും അതിപ്പോൾ എൻ്റെ പേരിലേക്ക് അങ്ങനെ എഴുതി തന്നു, നാളെ ഞാനും എൻ്റെ ആൾക്കാരും ഒക്കെ അങ്ങോട്ടത്തേക്ക് വരും, അപ്പോൾ എല്ലാം കൂടി കൂടും കൊടുക്കുകയൊക്കെ ഇറങ്ങിക്കൊള്ളണം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഭാമ ഇങ്ങനെ ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അന്നേരം ചതിച്ചതാണ്, നീ ചതിയാണ് എന്നൊക്കെ പറയുമ്പോൾ ചതിയെങ്കിൽ ചതി, എല്ലാം എനിക്കുള്ളത് തന്നെയാണ്, ഞാൻ എല്ലാം കൂടി പറക്കി കെട്ടി വെച്ചോളണം, നാളെ അവിടെ വരുമ്പോൾ എല്ലാവരും കൂടി ഇറങ്ങിക്കൊള്ളണം എന്ന് പറഞ്ഞ് ഉപേന്ദ്രൻ ഫോൺ കട്ട് ചെയ്യുകയാണ്. തുടർന്ന് എന്താ സത്യാമ്മയെന്ന് ഇങ്ങനെ പിള്ള ചോദിക്കുകയാണ് അങ്ങോട്ടത്തേക്ക് വരുമ്പോൾ. അന്നേരം ചതിച്ചു, രാഘവേട്ടൻ്റെ എല്ലാ സ്വത്തുക്കളും ഉപേന്ദ്രൻ എഴുതി വാങ്ങി എന്നിങ്ങനെ പറയുമ്പോൾ ഇനി എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് ഭാമ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. പിള്ള ഇങ്ങനെ തലയെ കൈവച്ച് ചതിച്ചല്ലോ എന്നും പറഞ്ഞ് നിൽക്കുകയാണ്. പൊന്നിങ്ങനെ വായിൽ കൈവച്ച് നിൽക്കുകയാണ് ഈ ഒരു വാർത്ത അറിഞ്ഞിട്ട്. തുടർന്ന് ഭാമയാണെങ്കിൽ രഘുനയുടെ മുറിയിലേക്ക് വരുമ്പോൾ രഘുനേരം ഇങ്ങനെ ബോധമില്ലാതെ ഇങ്ങനെ കിടന്നങ്ങ് ഉറങ്ങുകയാണ്. അത് കണ്ടിട്ട് ഭാമയ്ക്ക് സഹിക്കുന്നില്ല, ദേഷ്യവും വരുന്നുണ്ട്, സങ്കടവും വരുന്നുണ്ട്. എന്നിട്ട് ഇതിപ്പോൾ ഈശ്വരൻ ഞാൻ ആരോടാ ഒന്ന് പറയുക, എന്താ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ആകെ വെപ്രാളപ്പെട്ട് ഭാമ നിൽക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് മാണിക്കോത്ത് മഹേന്ദ്രൻ്റെ വീട്ടിലേക്ക് ഒരു ഓട്ടോയിൽ ബാഗും പെട്ടിയൊക്കെ ആയിട്ട് ഡെയ്സി വന്നിറങ്ങുന്നതാണ്. എന്നിട്ട് ഓട്ടോ പറഞ്ഞു വിട്ടിട്ട് ഗേറ്റിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഡെയ്സി സുസ്മിതയെ ഫോൺ ചെയ്യുകയാണ്. അന്നേരം എന്താണ് പുതിയ വിശേഷം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ചേച്ചി പറഞ്ഞതുപോലെ കൂടും കൊടുക്കയും ഒക്കെ ആയിട്ട് ഞാൻ ദേ മാണിക്കോത്ത് എത്തി, ഇനി ഇവിടെ അടുത്ത അംഗം അരങ്ങേറാൻ പോകുന്ന ഇവിടെയാണെന്ന് പറയുമ്പോൾ നീ ധൈര്യമായിട്ട് കയറി പൊറുതി തുടങ്ങിക്കോ, അംഗം ജയിച്ചിട്ടേ ഇറങ്ങാനായിട്ട് പാടുള്ളൂ, നീ ഇവിടെ പൊറുക്കാനാണ് വന്നതെന്ന് പറഞ്ഞോളണം, മഹേന്ദ്രനെയൊക്കെ ചിലപ്പോൾ എതിർത്തേക്കാം, പക്ഷെ അതൊന്നും വകവയ്ക്കരുത് എന്ന് പറയുകയാണ്. അന്നേരം പിടിച്ച് പുറത്താക്കിയാലോ എന്നൊക്കെ ഡെയ്സി ചോദിക്കുന്നുണ്ട്. അന്നേരം നീ ഒരു പെണ്ണല്ലേ, പെണ്ണ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇടയിൽ കണ്ണകി തന്നെയാണ്, ഒരു നഗരം ചുട്ട് ചാമ്പലാക്കാനായിട്ട് പെണ്ണിൻ്റെ കണ്ണിൽ നിന്ന് വരുന്ന ചുടുചോര മതിയെങ്കിൽ നിനക്കും അതിന് സാധിക്കും, പുറത്താക്കുകയാണെങ്കിൽ ഗേറ്റിൻ്റെ മുന്നിൽ സമരം ഇരിക്കണമെന്ന് പറയുകയാണ്. അന്നേരം അതിനൊക്കെ ഒരു കാരണം വേണ്ടതെന്ന് ഇങ്ങനെ ഡെയ്സി ചോദിക്കുന്നുണ്ട്. അന്നേരം എല്ലാവരും സമരം ഇരിക്കുന്നത് ഗർഭം ഉണ്ടായിട്ടാണോ, അതൊന്നും അല്ലല്ലോ, അതൊക്കെ നമ്മുടെ മീഡിയക്കാരുണ്ടായിക്കോളും, കൃത്യമാസവും കണക്കും ഒക്കെ ഒരു എളുപ്പമില്ലാതെ അവരങ്ങോട്ട് വിളിച്ച് പറഞ്ഞേക്കാം, തുണി സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടല്ലോ ചോദിക്കുകയാണ്. അന്നേരം അതെല്ലാം ഉണ്ട് എന്ന് പറയുമ്പോൾ എങ്കിൽ ധൈര്യമായിട്ട് അങ്ങോട്ട് കയറി ചെല്ലുക, നീ പൊറുക്കാൻ വന്നത് തന്നെയാണ് എന്ന് പറഞ്ഞുതരാം, പുറത്തായാലും അംഗം ജയിച്ചിട്ടേ 2 അടി കിട്ടിയാലും കാര്യം സാധിച്ചിട്ടേ വരാവൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം എങ്കിൽ ശരി അതുപോലെ ആയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ച് ഡെയ്സി അങ്ങോട്ട് ഗേറ്റ് കിടക്കുമ്പോൾ സെക്യൂരിറ്റി എങ്ങോട്ടാ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം എനിക്കൊന്ന് അകത്ത് പോകണം, ഇവിടുത്തെ പുതിയ കൊച്ചമ്മയാണ് എന്നിങ്ങനെ പറയുമ്പോൾ സെക്യൂരിറ്റി ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുന്നുണ്ട്. ഇത്രയുമാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ആ ഒരു സംശയം വന്നിരിക്കുന്നത് ഗോപാലകൃഷ്ണൻ പറയുന്നത് ഞാനല്ല വന്ന് ശാരദാമ്മയെ കൂട്ടിക്കൊണ്ട് പോയതെന്നാണ്. പക്ഷേ അത് ഗോപാലകൃഷ്ണൻ തന്നെയാണ് വന്ന് കൊണ്ടുപോയത്. പക്ഷേ ഇനി ഇങ്ങനെ ഒരു കള്ളം, ഒരു നാടകം ഇവിടെ വന്ന് എന്തിന് ഗോപാലകൃഷ്ണൻ കളിക്കുന്നു എന്നുള്ളതാണ്. പിന്നീട് വീണ്ടും ഇവിടെ വിഷ്ണുവിൻ്റെ കാര്യം വീണ്ടും ഇങ്ങനെ പറയുന്നുണ്ട്, സതീശൻ ഡോക്ടറൊക്കെ പറയുന്നുണ്ട് വിഷ്ണു വരുമെന്നുള്ളത്, ഇനി എന്തെങ്കിലുമൊക്കെ ടെസ്റ്റ് അവർ കണ്ടുവച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. പിന്നെ ആ ഒരു വീടും പറമ്പിൻ്റെ കാര്യം, പക്ഷേ അത് കൈവിട്ട് പോകത്തൊന്നുമില്ല, അത് തിരിച്ച് ഇവിടത്തേക്ക് തന്നെ വരികയൊക്കെ ചെയ്യും. അതൊക്കെ വേറൊരു വഴിയിലൂടെയാണ് വരുന്നത്. അത് ഭാമയ്ക്കൊന്ന് തെരുവിലേക്കൊന്നും ഇറങ്ങേണ്ടി വരില്ല. അതൊക്കെ ഇനി അടുത്തടുത്ത് കാണാം. ഓക്കെ, താങ്ക് യു.